എനിക്ക് തോന്നുന്നു ഒരു 25 വർഷത്തെ എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കോൺഫറൻസിന് വേണ്ടി ആളുകൾ കോടതിയിൽ പോയി, അതും ഹൈക്കോടതിയിൽ പോയി ഒരു പെർമിഷൻ വാങ്ങിച്ച് 3 ആഴ്ചത്തെ എങ്ങാണ്ട് എക്സ്റ്റൻഷൻ സംഘടിപ്പിച്ച് നടത്തുന്നത്. ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ള ഒരു ചരിത്രമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ സ്വാഭാവികമായും വലിയൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി. ഒരേ സമയം തന്നെ പത്രപ്രവർത്തനത്തിലും അതിനോടൊപ്പം തന്നെ അക്കാഡമിയിലും ഓരോ കാലം മാറ്റി മാറ്റി ചവിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. 25 വർഷം പത്രപ്രവർത്തകനായി ഇന്ത്യയിലും അമേരിക്കയിലും ഉണ്ടായിരുന്നു. അമേരിക്കൻ പബ്ലിക് റേഡിയോ, കാരവാൻ മാഗസിൻ, ഇന്ത്യൻ എക്സ്പ്രസ്, വിവിധ സ്ഥാപനങ്ങൾ. അതിനോടൊപ്പം തന്നെ പഠിച്ചതും അതിനുശേഷം ഫെലോഷിപ്പായും അമേരിക്കയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട പല യൂണിവേഴ്സിറ്റികളിലും ആ ബന്ധം നിലനിർത്തി പോരുന്നു. അതിലൊന്ന് കൊളംബിയ യൂണിവേഴ്സിറ്റിയാണ്, ന്യൂയോർക്കിലുള്ള. അവിടെ കരിക്കുലം കമ്മിറ്റിയിൽ, ജേർണലിസം സ്കൂളിലെ ഒരു ഡീനിൻ്റെ കമ്മിറ്റിയിലെ അംഗമാണ്. അതിനോടൊപ്പം തന്നെ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്വാൻസ് ഫെലോ ആണ്, സ്കൂൾ ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ റാഡ്ക്ലിഫ് ഫെലോ ആണ്. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് സ്വാഭാവികമായും ഒരർത്ഥത്തിൽ പത്രപ്രവർത്തനത്തിൻ്റെ ലൂടെ ഇന്ത്യയെ കണ്ട ആ ഒരു പത്രപ്രവർത്തനം എന്നുള്ള നിലയ്ക്കും ഹയർ എഡ്യൂക്കേഷനിൽ ഏറ്റവും അധികം ആളുകൾ കൊതിക്കുന്ന ഐവി ലീഗിൽ എത്തിപ്പെടുക എന്ന് പറയുന്ന 2 ഐവി ലീഗിൽ പഠിക്കാനും ഫെലോ ആയും വർക്ക് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ്. എനിക്ക് എപ്പോഴും അതിലേറ്റവും താല്പര്യത്തോടു കൂടി, സ്നേഹത്തോടു കൂടി എപ്പോഴും ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും സന്തോഷം തോന്നിപ്പിക്കുന്നത് മലയാളിയാണ് എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെയാണ്. നേരത്തെ സംസാരിച്ച ആരോ സൂചിപ്പിച്ചു, ഒരു നവോത്ഥാനത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്ന പല എഡിഫിസുകളും സൂപ്പർ സ്ട്രക്ചറുകളും പലതും ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും എല്ലാവരും സാക്ഷരരായിരിക്കണം, എല്ലാവരും തുല്യരായിരിക്കണം. റീസണിങ്, ചിന്ത, ക്വസ്റ്റ്യനിങ്, ചോദ്യം ചെയ്യൽ, ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള വാല്യൂസാണ് എന്ന് ഒരു 100 വർഷം പറയുകയും പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഈ 2025 ജീവിക്കുന്ന വിറ്റ്നസ്സുകളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഓരോ തലമുറയും വേറൊരു തലമുറയുടെ ഷോൾഡറിൽ ആണ് നിൽക്കുന്നത് എന്ന് ചരിത്രത്തിൽ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഇന്ന് ഈ വൈകിട്ട് ഇത്രയും അധികം റിസർച്ച് വിദ്യാർത്ഥികൾ ഇവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഈ വഴിയിലൂടെ അല്ലെങ്കിൽ ചിന്തിക്കാനും ചോദ്യം ചെയ്യാനും നമ്മളെ പ്രേരിപ്പിച്ച ഇതിനു മുൻപ് കടന്നു പോയിട്ടുള്ള പല തലമുറകളുടെ ഒരു അധ്വാനത്തിൻ്റെ റിസൾട്ട് കൂടിയാണ് നമുക്ക് ഇവിടെ ആയിരിക്കാൻ പറ്റുന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. റിസർച്ച് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫിൻ്റെ ഏറ്റവും പ്രൈം ആയിട്ടുള്ളൊരു പീരീഡിലാണ് നിങ്ങളായിരിക്കുക. 20s അല്ലെങ്കിൽ 30s. നിങ്ങളുടെ ഇൻ്റലക്ച്വൽ കോമ്പിറ്റൻസിൻ്റെ ആ കപ്പാസിറ്റിയുടെ അതിൻ്റെ ഏറ്റവും പ്രസരിപ്പുള്ള ഒരു പീരീഡിൽ, ആ ഒരു ബയോളജിക്കൽ പീരീഡിൽ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സ്വാഭാവികമായും 2 തരം കാര്യങ്ങൾക്ക് കുട്ടികളെ ഒരുക്കുന്നു. ഒന്ന് റിസർച്ചിന്, 2 അക്കാഡമിയിലുള്ള സാധാരണ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു MA തന്ന്, ഒരു BA തന്ന് അവരെ മാർക്കറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു തൊഴിലിന് വേണ്ടി തയ്യാറാക്കുന്നു. ഇവിടെ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു ബഹുഭൂരിപക്ഷവും റിസർച്ച് തിരഞ്ഞെടുത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ റിസർച്ച് ഇന്ന് ആയിരിക്കുന്ന അവസ്ഥ എന്താണ്, അത് കേരളത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ എങ്ങനെ ആയിരിക്കുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ചരിത്രത്തിൽ ഇത്രയും അധികം റിസർച്ചിന് അറ്റാക്ക് നേരിടുന്ന ഒരു പീരീഡ് ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാവില്ല. കഴിഞ്ഞ 1 മാസത്തെ വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. ലോകത്തിലെ ഏറ്റവും വലിയ റിച്ചായിട്ടുള്ള, ഏറ്റവും ധനാഢ്യനായിട്ടുള്ള മനുഷ്യൻ ഇലൻ മാസ്ക്, അദ്ദേഹം പറയുന്നത് യൂണിവേഴ്സിറ്റികൾ ഒന്നും തന്നെ ആവശ്യമില്ല, റോക്കറ്റും ഫോണും ഒക്കെ കോർപ്പറേഷനുകളിലുള്ള റിസർച്ചസ് മാത്രം മതി, യൂണിവേഴ്സിറ്റികളിലുള്ള റിസർച്ച് വേണ്ട എന്നൊക്കെയാണ്. ചരിത്രബോധവും ശാസ്ത്രബോധവും ഇല്ലാതിരിക്കുന്ന ഒരു ആൾക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ. നമ്മുടെയൊക്കെ ടച്ച് സ്ക്രീനിലുള്ള, ഫോണിലുള്ള ആ ടച്ച് സ്ക്രീനിൻ്റെ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ മാത്രം 50ഓളം വളരെ സ്ട്രോങ്ലി
വളരെ ഇയേഴ്സ് കമ്മിറ്റഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സിൻ്റെ അധ്വാനം കൊണ്ട് മാത്രമാണ് ആ ടച്ച് സ്ക്രീനിൻ്റെ ടെക്നോളജി നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് സ്വാഭാവികമായും ചില കോർപ്പറേഷനുകൾ അതിൻ്റെ കുത്തകകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം, ചിലർ അതിൻ്റെ പേറ്റൻറ്റുകൾ എടുത്തിട്ടുണ്ടാവാം. പക്ഷേ ആ ഒരു ഒറ്റ ഫങ്ഷണാലിറ്റിക്ക് മാത്രം യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചിട്ടുള്ള നീണ്ട കാലത്തെ റിസർച്ചുകൾ, അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെയൊന്ന് ഈ ഇൻഡസ്ട്രിക്ക് പലപ്പോഴും കിട്ടിയിട്ടുള്ളത്. പലപ്പോഴും പല ടെക്നോളജികൾ നമുക്കറിയാം. എനർജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആണവ ടെക്നോളജി വന്നിട്ടുള്ളത് യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്, കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. ഓരോ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾക്കും ഈ പറയുന്നത് പോലെ ബയോളജിക്കലി പ്രൈം ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനിങ് സ്പിരിറ്റോടുകൂടിയുള്ള ചെറുപ്പക്കാർ, ആ മേഖലയിൽ നീണ്ടകാലം പരിചയസമ്പത്തുള്ള ഒരു പ്രൊഫസറുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു മുതൽക്കൂട്ടിൽ നിന്നാണ് സമൂഹത്തിനെ മുന്നോട്ട് നയിക്കുന്ന പല ചാലകശക്തികളും ഉണ്ടായിട്ടുള്ളത്. ആ ഒരു പീരീഡിലാണ് നമുക്കിവിടെ ഒരു വൈസ് ചാൻസലർ ഇങ്ങനെ ഒരു കോൺഫറൻസിന് വേണ്ടി സമ്മതം തരുന്നില്ല, അതിനുവേണ്ടി യൂണിയൻ ഹൈക്കോടതിയിൽ പോകുന്നു എന്നുള്ള കാര്യം ഇവിടെ കേരളത്തിൽ നടക്കുകയാണെങ്കിൽ ഡൽഹിയിൽ JNU പോലുള്ള സർവകലാശാലയിൽ നടന്ന എന്താണെന്ന് നമുക്കറിയാം. അവിടെ സിസ്റ്റമാറ്റിക്കായി ഒരുപക്ഷെ സോഷ്യൽ സയൻസ് മേഖലയിൽ ഒരുപാട് റിസർച്ച് ചെയ്യുന്ന ആ ഒരു യൂണിവേഴ്സിറ്റിയെ സിസ്റ്റമാറ്റിക്കായി നശിപ്പിക്കുന്ന രീതിയിൽ കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ടുള്ള ഇടപെടലുകൾ നടന്നു. ഇനി വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികളിലും ഇതേ രീതിയിൽ തന്നെ നടക്കുകയാണ്. കഴിഞ്ഞ 4-5 ദിവസത്തിനകം 3-4 കൊളംബിയ യൂണിവേഴ്സിറ്റി റിസർച്ച് സ്റ്റുഡൻസിനെയാണ് അമേരിക്കയിലെ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഹരാസ് ചെയ്തത്. ചിലരെ അറസ്റ്റ് ചെയ്തു, ചിലരെ നാട് കടത്തി. ആ യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒഫീഷ്യലായിട്ടുള്ള, എനിക്ക് തോന്നുന്നു അദ്ദേഹം 10 വർഷത്തോളം അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു, ലീ ബൊളിഞ്ചർ. ഞാൻ കൊളംബിയ പഠിക്കുമ്പോൾ എനിക്ക് ബൊളിഞ്ചർ ഫെലോഷിപ്പ് എന്നുള്ളൊരു സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു. ഈ ബൊളിഞ്ചർ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അന്ന് ഇറാൻ്റെ പ്രസിഡൻറ്റിനെ അടക്കം കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസിൽ കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. നമുക്കറിയാം, അമേരിക്കയിൽ ഒരു പ്രത്യേകിച്ച് ശത്രുപക്ഷമെന്ന് കരുതുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനെ ഒരു കോളേജ് ക്യാമ്പസിൽ, ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ആ യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തുള്ള ആൾ കൊണ്ടുവരണമെങ്കിൽ എത്രത്തോളം അക്കാഡമിക് ഫ്രീഡം കിട്ടിയിരുന്ന യൂണിവേഴ്സിറ്റികളാണ് ഇത് ഓരോന്നും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബൊളിഞ്ചർ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഇനി വരാൻ പോകുന്ന ഒരു 15, 20, 30 വർഷം വളരെ ഭീതിജനകമായ ഒരു വർഷം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു റിയാലിറ്റി അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ ഈ റീതിങ്കിങ് റിസർച്ച് എന്നുള്ളൊരു കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വശത്ത് നേരത്തെ മന്ത്രി രാജീവ് സൂചിപ്പിച്ചതുപോലെ വളരെ ഉത്സാഹജനകമായ കുറേ കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. പുതിയ കുറേ എൻ്റർപ്രന്യൂഴ്സ് വരുന്നു, പുതിയ മേഖലകളിൽ റിസർച്ച് ഉണ്ടാവുന്നു. അതിനോടൊപ്പം തന്നെ ലോകത്ത് സയൻറ്റിഫിക് തിങ്കിങ്ങിനും റിസർച്ചിനും ഒക്കെ എതിരായിട്ടുള്ള ഭരണാധികാരികളും അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഗോമൂത്രത്തിനും അല്ലെങ്കിൽ കൗടങ്ങിനെക്കുറിച്ചുമൊക്കെ ഇഷ്ടംപോലെ റിസർച്ചിന് ഫണ്ടുകൾ, ഗ്രാൻറ്റുകൾ കിട്ടുന്നുണ്ട്. പക്ഷേ കാര്യമായി സമൂഹത്തെ ബാധിക്കുന്ന, ട്രഡീഷണലായി നിങ്ങൾക്കൊക്കെ താല്പര്യം തോന്നുന്ന വിഷയങ്ങൾക്ക് റിസർച്ച് ഗ്രാൻറ്റിന് പോയിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് ഒരു നോ എന്നുള്ള ആൻസറാണ് എന്നാണ് പുതിയ റിസർച്ചസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് ഒരു പ്രത്യേക തരത്തിലുള്ള ഭരണകൂടം ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ്. ഈ സയൻറ്റിഫിക് തിങ്കിങ്, റാഷണൽ തിങ്കിങ്, റിസർച്ച് മൈൻഡ്, ഇതിനൊക്കെ എന്തോ മനസ്സിലാവാത്ത വിഷയമായി കരുതുന്ന, അല്ലെങ്കിൽ ഒരു ശത്രുപക്ഷത്തായി കരുതുന്ന ഒരു കൂട്ടം ഭരണാധികാരികൾ. ഓരോ രാജ്യങ്ങളെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരു നരേന്ദ്രമോദി ഇന്ത്യയിൽ മാത്രമുള്ള അവസ്ഥയല്ല. അത് എർഡഗൻ ടർക്കിയിലുണ്ട്, ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ ട്രംപ് വന്നിരിക്കുന്നു, റഷ്യയിൽ പുടിനുണ്ട്. ഇങ്ങനെ വിവിധ ലോകരാജ്യങ്ങളിൽ നോക്കിയാൽ ഒരുപക്ഷെ ലോകത്താദ്യമായിട്ടായിരിക്കും പ്രധാനപ്പെട്ട പല രാജ്യങ്ങളിലും ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള നേതാക്കന്മാർ, സ്ട്രോങ് മെൻ ലീഡേഴ്സ് അധികാരത്തിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റിൻ്റെ ഒരു ഹാറ്റ് ധരിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊരു ലോകത്ത് നമ്മളിപ്പോൾ കാണുന്നത് ഒരു തേർഡ് ആൻറ്റി ഡെമോക്രാറ്റിക് വേവാണ്. ഡെമോക്രസിക്കെതിരെയുള്ള മൂന്നാമത്തെ വേവ്. അതിൻ്റെ അർത്ഥം ഡെമോക്രസിക്ക് അനുകൂലമായിട്ടുള്ള
3 വേവുകൾ ഓൾറെഡി ഉണ്ടായിരുന്നു. ഡെമോക്രസിക്ക് എതിരുള്ള 2 വേവുകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു ആവശ്യം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു വരുന്ന 5 വർഷത്തെ ഒരു PhD പഠനകാലമോ 4 വർഷത്തെയോ 5 വർഷത്തെയോ PhD പഠനകാലത്തിന് അപ്പുറത്തേക്ക് നിങ്ങൾ പലരും കോളേജ് പ്രൊഫസർമാരാകും, യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ് ആകും, ഇനി ഇൻഡസ്ട്രിയിൽ എത്തിപ്പെടാം. നിങ്ങൾ തന്നെ നിങ്ങളുടെ മേഖലയിലുള്ള റിസർച്ചിനെ അധികരിച്ച് കമ്പനികൾ സെറ്റപ്പ് ചെയ്തേക്കാം, വേറെ കമ്പനികളിൽ വർക്ക് ചെയ്തേക്കാം. ഏത് മേഖലയിലാണ് നിങ്ങളുടെ കരിയർ രൂപപ്പെടുന്നത് എങ്കിലും ഈ വരുന്ന ഒരു 15, 20, 30 വർഷത്തിൻ്റെ ഒരു ക്യാൻവാസ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരുന്നതിന് സഹായിച്ചെന്നിരിക്കും. അപ്പോൾ എന്തായിരുന്നു ആദ്യത്തെ ഡെമോക്രാറ്റിക് വേവ്? എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഡെമോക്രാറ്റിക് സ്പേസ് റിസർച്ചിന് ആവശ്യം? കാരണം ഈ ഡെമോക്രാറ്റിക് സ്പേസ് ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഗോമൂത്രത്തിൽ മാത്രം നമ്മൾ 100 വർഷവും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ കോവിഡ് വൈറസ് വന്നപ്പോൾ അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതുപോലെ നമ്മൾ ടോയ്ലറ്റ് ക്ലീനർ കുടിച്ചാൽ മതിയല്ലോ എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഭരണാധികാരികളുടെ ഒരു നാട്ടിലേക്ക് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. ഇപ്പോൾ ഡെമോക്രസി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവുകയുള്ളൂ, അക്കാഡമിക് ഫ്രീഡം ഉണ്ടാവുകയുള്ളൂ. ഫസ്റ്റ് പ്രോ ഡെമോക്രസി വേവ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ സയൻറ്റിഫിക് തിങ്കിങ്ങിനും മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി നടത്തേണ്ട റിസർച്ചുകൾക്കൊക്കെ ഇടം നൽകുന്ന ഈ യൂണിവേഴ്സിറ്റികൾ, മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ഉണ്ടായി വരുന്നത് ഈ ഫസ്റ്റ് ഡെമോക്രാറ്റിക് വേവിലൂടെയാണ്. അതിനു മുൻപ് നമ്മൾ കേരളത്തിൽ തന്നെ നോക്കിയാൽ അറിയാം, ആശാൻ പള്ളിക്കൂടങ്ങളായിരുന്നു. ജാതീയമായ ലിംഗപരമായിട്ടുള്ള പല നിയമങ്ങളുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് പടുത്തുയർത്തിയിട്ടുള്ള പുരാതന രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം. ഫസ്റ്റ് ഡെമോക്രാറ്റിക് വേവ് എന്ന് പറയുന്നത് 1820കളിൽ തുടങ്ങി 1920കളിൽ വരെ നിൽക്കുന്ന ഒരു 100 വർഷത്തെ പീരീഡാണ്. 29 ലോകരാജ്യങ്ങൾ അവർ ഡെമോക്രാറ്റിക് ഭരണഘടനാ രീതിയിൽ രാജ്യത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ മുൻപോട്ട് വന്നു. പലരും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം അബ്സോർബ് ചെയ്തെങ്കിലും പലപ്പോഴും ആ ഒരവസ്ഥയിലും എല്ലാവർക്കും പൂർണ്ണ വോട്ടവകാശം കൊടുത്തിരുന്നില്ല. പക്ഷേ എങ്കിലും ജനങ്ങൾ തുല്യരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സംസാര രീതി തന്നെ ലോകത്ത് ഒരുപക്ഷെ വളരെ ലാർജായിട്ടുള്ള ഒരു സ്കെയിലിൽ, പ്രത്യേകിച്ച് രാജഭരണങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് യൂറോപ്പിലും മറ്റു കോണ്ടെക്സ്റ്റിലും ഒരു ഡെമോക്രാറ്റിക് രീതിയിൽ, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രീതിയിൽ വരുന്നത് ഈ പറഞ്ഞ 100 വർഷത്തിലാണ്. ആ ഒരു പ്രോ ഡെമോക്രസി വേവ് അവസാനിക്കുന്നത് ഇറ്റലിയിൽ മുസോളിനിയുടെ തെരഞ്ഞെടുപ്പോടു കൂടിയാണ്. 1926 മുതൽ പിന്നീട് 2ാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത് വരെയുള്ള ആ ഒരു പീരീഡിൽ ഫാസിസവും നാസിസവും ലോകത്തെ പിടിച്ചുലക്കിയ ആ ഒരു 20 വർഷത്തോളം കാലം. നമുക്കറിയാം, മോസ്കോയുടെ 12 കിലോമീറ്ററിനടുത്ത് വരെ അന്ന് ഹിറ്റ്ലറിൻ്റെ പടയാളികളെത്തി. UK ഒഴിച്ച് മിക്കവാറും യൂറോപ്പ് മുഴുവൻ ഹിറ്റ്ലർ വിഴുങ്ങിയിരുന്നു. ആ കാലത്ത് ആ ഫസ്റ്റ് ആൻറ്റി ഡെമോക്രാറ്റിക് വേവിൽ ലോകത്ത് ജനാധിപത്യ രാജ്യങ്ങളുടെ എണ്ണം വെറും 12 ചുരുങ്ങി. ഒരുപക്ഷേ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ വിധി വേറൊന്നായിരുന്നെങ്കിൽ വേറൊരു വേൾഡ് ഓർഡർ ആയിരുന്നിരിക്കും നമ്മൾ കാണുക. ആ 1945 അവസാനിച്ച സെക്കൻഡ് ആൻറ്റി ഡെമോക്രാറ്റിക് വേവ്, ഫസ്റ്റ് ആൻറ്റി ഡെമോക്രാറ്റിക് വേവിന് ശേഷം വരുന്നത് സെക്കൻഡ് പ്രോ ഡെമോക്രസി വേവാണ്. 1945 ശേഷം ഏകദേശം 1962 വരെ ഇന്ത്യ അടക്കമുള്ള വിവിധ കോളനികൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. ഒരുപാട് പഴയ കോളനികൾ അവരുടെ ഭരണഘടന ഉണ്ടാക്കുന്നു. എങ്ങനെ ഏത് രീതിയിലുള്ള ഒരു പ്രോമിസ് ആയിരിക്കണം എലക്ട് ചെയ്യപ്പെടുന്ന ഗവൺമെൻറ് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ വളരെ ആഴത്തിലുള്ള വിചിന്തനം നടക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അംബേദ്കർ വളരെ നിർണായകമായ റോൾ, ഒരുപക്ഷേ ഗാന്ധിയെക്കാളും നെഹ്റുവിനേക്കാളും ഒരു പടിയിലെങ്കിലും മുൻപിൽ ഭരണഘടനയുടെ ശില്പി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഒരു സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള നിലയ്ക്ക് കൂടി അദ്ദേഹം അതിന് മുൻപ് നടത്തിയിരുന്ന പല ഇടപെടലുകളുടെയും കൂടി ഒരു റിസൾട്ട് കൂടിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ജനങ്ങളെ സെൻട്രിക് ആയിട്ടുള്ള ഒരു പ്രോമിസ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്രേമലേഖനം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തന്നെയായിരിക്കും. അത്രയും വളരെ കാൽപ്പനികമായി പല തരത്തിലുള്ള ആളുകൾക്ക്, പല ഭാഷ, വേഷ, മതജാതി
ലിംഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു രാജ്യത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന വലിയൊരു പ്രോമിസ്, അതൊരു പ്രോമിസറി നോട്ടാണ്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇരിക്കുകയുള്ളൂ, അതൊരു പ്രോമിസറി നോട്ട് മാത്രമാണ്. പക്ഷേ ആ ഒരു പ്രോമിസറി നോട്ടാണ് നമ്മുടെ ഭരണഘടനയായി അന്ന് ആ സ്വാതന്ത്ര്യ സമര പോരാളികൾ അവശേഷിപ്പിച്ചത്. അതേപോലെ വിവിധ രാജ്യങ്ങൾ കോളനികൾ ഒരു ഡീകോളനൈസേഷൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു സെക്കൻഡ് ഡെമോക്രാറ്റിക് വേവിൽ ഒരു 62ഓളം രാജ്യങ്ങൾ ഡെമോക്രാറ്റിക് കൺട്രീസായി മാറി. അതിനുശേഷം സെക്കൻഡ് ആൻറ്റി ഡെമോക്രാറ്റിക് വേവ് വരുന്നു. ആ സെക്കൻഡ് ആൻറ്റി ഡെമോക്രാറ്റിക് വേവ് എന്ന് വരുന്നത് കോൾഡ് വാർ പീരീഡിൽ ഒരു സ്ഥലത്ത് അമേരിക്കൻ അധിനിവേശത്തിൻ്റേതായ ഇൻട്രസ്റ്റുകളും മറുവശത്ത് USSRും മത്സരിച്ച് എലക്ട് ചെയ്യപ്പെടുന്ന രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകളെ താഴെ ഇറക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ മിലിറ്ററി ഹുണ്ടകൾ അധികാരത്തിൽ വരുന്നു. സ്പെയിൻ, പോർച്ചുഗൽ, പല സ്ഥലങ്ങളിൽ ഡിക്റ്റേറ്റർഷിപ്പുകൾ വരും. ഈ ഒരു വേവ് അവസാനിക്കുന്നത് ഏകദേശം 977 കൂടിയാണ്. പിന്നെ വരുന്നത് അടുത്ത ഒരു പ്രോ ഡെമോക്രാറ്റിക് വേവാണ്. കോൾഡ് വാർ അവസാനിക്കുന്നു, USSR ഡിസിൻറ്റിഗ്രേറ്റഡ് ആവുന്നു, പുതിയ പുതിയ സാധ്യതകൾ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നു. പക്ഷേ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എടുത്ത മെസ്സേജ് എന്ന് പറയുന്നത്, ഒരു യൂണിപോളാർ വേൾഡിൽ എടുത്ത മെസ്സേജ് എന്ന് പറയുന്നത് ഒരു വേൾഡ് പോലീസിങ്ങിൻ്റേതായ ഒരു മെസ്സേജാണ്. അവർ നടത്തിയിട്ടുള്ള വിവിധ അധിനിവേശങ്ങളുടെ ഒരു നീണ്ട ലിറ്റനിയാണ് പിന്നെ 1998 ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ തേർഡ് ആൻറ്റി ഡെമോക്രാറ്റിക് വേവ്, നമ്മളിപ്പോൾ കാണുന്ന ഈ തേർഡ് ആൻറ്റി ഡെമോക്രാറ്റിക് വേവ് തുടങ്ങിയത് എന്താണെന്ന് ഒരു പ്രത്യേക ഇയറിൽ നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നു ഒരുപാട് ജനങ്ങൾ വസിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളും ഈ ആൻറ്റി ഡെമോക്രാറ്റിക് വേവിൽ വിവിധ കാലങ്ങളായി കടപുഴങ്ങി. ഇന്ത്യയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യമായി ഇന്ത്യൻ ഭരണഘടനയെ കത്തിച്ച, ഇന്ത്യ ഒരു മെജോറിറ്റേറിയൻ സ്റ്റേറ്റ് ആയിരിക്കണം എന്ന് വാശി പിടിച്ച് ശ്രമിച്ച, ആ ഒരു തീസിസ് എഴുതി വെച്ച, ഹിന്ദുത്വ എന്ന തീസിസ് എഴുതി വെച്ച, അതിൻ്റെ യുവജന സംഘടനയായിട്ടുള്ള RSS, നമുക്കറിയാം ഹിന്ദു മഹാസഭയുടെ യുവജന സംഘടനയായിട്ടാണ് RSS വരുന്നത്. BS മൂഞ്ചെ അന്ന് ഹിന്ദു മഹാസഭയുടെ പ്രസിഡൻറ്റ് മുസോളിനിയുടെ അടുത്ത് നേരിട്ട് പോയിട്ടാണ് RSSൻ്റെ ഭരണഘടന ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. ഫാസിസ്റ്റ് ഓർഗനൈസേഷനുകളുടെ ഭരണഘടന അതേ രീതിയിൽ ഇന്ത്യയിൽ കൊണ്ടുവന്നാണ് RSSൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ എലക്റ്റഡ് ആയിട്ടുള്ള മീൻസിലൂടെയാണ് തെരഞ്ഞെടുപ്പുകൾ നടത്തി, തെരഞ്ഞെടുപ്പിൽ കണ്ടസ്റ്റ് ചെയ്താണ് ഒരു ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വന്ന് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ പല രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ആദ്യത്തെ ഒരു പരീക്ഷണമായിരുന്നു ഒരുപക്ഷെ വാജ്പേയിയുടെ കാലത്ത് നടന്നത്. അതിൻ്റെ ഒരു കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ഒരു രണ്ടാം ഘട്ടമാണ് നമ്മൾ 2014 മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ ഒരുപക്ഷെ മോദി ഇവിടെ ചെയ്യുന്നത് പോലെ തന്നെ ട്രംപ് അമേരിക്കയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞൊരു മാസം എനിക്ക് തോന്നുന്നു, നിങ്ങൾ ഇൻ്റർനാഷണൽ ന്യൂസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരു 10 വർഷം കൊണ്ട് എടുക്കപ്പെടുന്ന തീരുമാനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ കൺഫ്യൂസിംഗ് ആണ്. കാരണം നമുക്കിപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ട്രംപ് ചില കാര്യങ്ങൾക്ക് ചിലരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ള ആളാണെന്ന് തോന്നിപ്പിക്കും, ചിലരെ സംബന്ധിച്ചിടത്തോളം വളരെ റൈറ്റ് ലീനിങ് ആയിട്ടുള്ള ആളാണെന്ന് തോന്നിക്കും. അപ്പോൾ ട്രഡീഷണലായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഐഡിയോളജിക്കൽ വേൾഡും ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. ഒരേ സമയം ഒരു സ്ഥലത്തുള്ള ട്രഡീഷണൽ ലെഫ്റ്റ് വിങ് എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തെ ഒരു റാഡിക്കൽ റൈറ്റ് വിങ്ങുമായിട്ട് കമ്പനി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വരുന്ന ഒരു 10, 15, 20 വർഷമെങ്കിലും എടുക്കും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇവർക്കൊക്കെയുള്ള ഒരു കോമൺ അറ്റാക്കിംഗ് എനിമി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെയുള്ള ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യുന്ന സ്പേസുകൾ. ഒരു കഴിഞ്ഞ 8-10 വർഷമായി അറ്റാക്ക് അധികവും ഉണ്ടായിട്ടുള്ളത് മനുഷ്യാവകാശ പ്രവർത്തകരുടെ മേലെയും ജേർണലിസ്റ്റുകളുടെ മേലെയൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ എനിക്കെതിരെ 10 രാജ്യദ്രോഹ കേസ് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്, 10 സെഡീഷൻ കേസ്. അത് ഉള്ളത് ഇന്ത്യയിലെ വിവിധ BJP റൂൾഡ് സ്റ്റേറ്റിലാണ്. അധികവും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ് ഞാൻ. റഫാൽ സ്കാം അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള
കഴിഞ്ഞ 10-15 വർഷമായിട്ടുള്ള വിവിധ സ്കാമുകളുടെയൊക്കെ നേതൃനിരയിലുണ്ടായിരുന്ന ഒരു എഡിറ്ററായിരുന്നു കൊണ്ടാവാം. ഒരുപക്ഷെ ഈ കേസുകളൊക്കെയും ജേർണലിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളൊക്കെയും നമ്മൾ ഒന്ന് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ പല ജേർണലിസ്റ്റുകൾക്കെതിരെ വരുന്നതും ഒരു ഫ്രീ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആ സിറ്റിസൺറിയിലേക്ക് ഫ്ലോ ചെയ്യുന്നതിന് മീഡിയയെ കൂച്ചുവിലങ്ങുന്നതിനുള്ള ആദ്യത്തെ അറ്റാക്ക്. ഇത് തന്നെ മനുഷ്യാവകാശ പ്രവർത്തകർക്കെതിരെ നേരിട്ടു. ഭീമ കൊരഗാവ് കേസിൽ നമുക്കറിയാം, മലയാളികളടക്കം ഒരുപാട് മനുഷ്യാവകാശ പ്രവർത്തകരാണ് മഹാരാഷ്ട്രയിലെ വിവിധ ജയിലുകളിൽ കിടന്നിരുന്നത്. അടുത്തത് എനിക്ക് തോന്നുന്നു റിസർച്ചേഴ്സും അക്കാഡമിക്സുമായിരിക്കും. അത് ഓൾറെഡി നമ്മളിപ്പോൾ കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു ടാർഗറ്റിൽ നിന്ന് മനസ്സിലാകും. JNUവിൽ കഴിഞ്ഞ 10-11 വർഷമായി നടന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും ഒരു വളരെ ഡയറായിട്ടുള്ള ഒരു ഡൂംഡ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറാണോ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിവിധ വേവുകളിലൂടെ കടന്ന് ചരിത്രം പോകുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു നിർണായക നിമിഷത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ ഇടപെടലുകളും, അത് നിങ്ങളുടെ ഒരു അക്കാഡമിക് പേപ്പർ ആവാം, നിങ്ങളുടെ PhD തീസിസ് ആവാം, ആ തീസിസിന് ശേഷം നിങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന വേറെ റിസർച്ചുകളാവാം, ഇതൊക്കെ നടത്തുന്ന ഇടപെടലുകളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ പുതിയ വേവിന് വേണ്ടിയും വഴിത്തിരിവാകുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള റിസർച്ച് കൂട്ടായ്മകൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ ഞാനിങ്ങനെ PhD റിസർച്ചേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ഒന്നും അങ്ങനെ കൂടുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എൻ്റെ PhDയും പകുതി ഡൽഹിയിലും പകുതി അമേരിക്കയിലുമായിരുന്നു. പലപ്പോഴും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ നിങ്ങൾ വിചാരിക്കുന്നതിലും ഒരുപക്ഷെ കൂടുതൽ എനർജിയും എക്സൈറ്റ്മെൻറ്റും നിങ്ങൾക്ക് തരുന്നുണ്ടാവും. എൻ്റെ ഇവിടെ ഇതിൽ സൂചിപ്പിച്ചതുപോലെ ഞാൻ വയനാട്ടിലൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കൂടെ നടത്തുന്നുണ്ട്. വയനാട്ടുകാരനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ 2 വർഷത്തിലൊരിക്കലാണ് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അവിടെ നടത്താറ്. അരുന്ധതി റോയി അടക്കം വിവിധ എഴുത്തുകാർ വയനാട്ടിൽ വന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളതൊരു പരീക്ഷണമായി ഒരു ഇൻ്റർനാഷണൽ അക്കാഡമിക് കോൺഫറൻസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി നടത്തി. സാധാരണ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾക്ക് എഴുത്തുകാർ മാത്രമാണ് വരാറ്. അത് 2 കാരണങ്ങൾ കൊണ്ടാണ് നടത്തിയത്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾക്ക് എന്തിന് ഈ കൂടുതൽ അക്കാഡമിക്സിനെ കുറിച്ച് സാധാരണ എഴുത്തുകാർക്കുള്ള ഒരു പരാതി, അവർ ആഴത്തിലൊരു വിഷയം പഠിക്കുന്നുണ്ടാവും, പക്ഷേ അവർ 5-10 പേർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അതിനെക്കുറിച്ച് സംസാരിക്കുക. ഒരു ലാർജർ പൊതുസമൂഹത്തിന് യൂസ്ഫുൾ ആയിട്ടുള്ള വർക്കല്ല ചെയ്യുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ അവർ വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു PhD കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല. അത് നമ്മൾ പറയുന്ന ഭാഷയുടെ ഒരു രീതിയിലാവാം ചിലപ്പോൾ. പക്ഷേ സാധാരണ എഴുത്തുകാർ ഒരു ക്രിയേറ്റീവ് സ്പേസിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതിനൊപ്പം തന്നെ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു പടി കൂടി കൂടുതൽ ഇൻ്റലക്ച്വൽ സ്പേസിൽ വർക്ക് ചെയ്തിട്ട് മാത്രമാണ് ഒരു PhD നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുക. ജയ്പൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെയൊക്കെ ഭാഗമായ തുടക്കത്തിൽ പലപ്പോഴും സംസാരിക്കാനിരിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു അക്കാഡമിക് കോൺഫറൻസ് സൈഡിൽ ചെയ്തുകൂടാ? അപ്പോൾ വളരെ സംശയാസ്പദമായി ഇദ്ദേഹം എവിടെ നിന്ന് വരുന്ന ആളാണ് എന്നുള്ള രീതിയിൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നുള്ള രീതിയിലുള്ള ഉത്തരങ്ങളാണ് പലപ്പോഴും എനിക്ക് ഡൽഹിയിൽ നിന്ന് കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിധിക്ക് നടത്തിയ ഒരു ഫെസ്റ്റിവൽ, വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സ്വാഭാവികമായ ഒരു ഇൻ്റർനാഷണൽ അക്കാഡമിക് കോൺഫറൻസ് സൈഡിൽ നടത്തിയാൽ അത് പൊതുസമൂഹത്തിനും അതുപോലെ തന്നെ റിസർച്ചേഴ്സിനും ഒരു ഉപയോഗപ്രദമായ രീതിയിൽ നടക്കുമോ എന്നുള്ള രീതിയിലൊരു പരീക്ഷണം. 2, നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂണിവേഴ്സിറ്റികളിൽ റിസർച്ചേഴ്സിനുള്ള അക്സെപ്റ്റൻസും റെസ്പെക്റ്റബിലിറ്റിയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെ കോണ്ടെക്സ്റ്റിൽ സംസാരിക്കുകയാണെങ്കിൽ പല പേപ്പറുകളും പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഡൽഹിയിൽ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇൻ്റലിജൻസ് ഏജൻസിയിൽ നിന്നും മറ്റും ആളുകൾ വന്നിരുന്ന ആ പേപ്പറുകളുടെ കോപ്പി എടുത്തുകൊണ്ട് പോകുന്നു. ചില റിസർച്ചേഴ്സിനെ വിളിച്ച് നിരുത്സാഹപ്പെടുന്നു, ചിലരുടെ ഗ്രാൻറ്റുകൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇങ്ങനെ വിവിധ രീതിയിലുള്ള ഹരാസ്മെൻറ്റുകൾ ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നടക്കുന്നുണ്ട്. അത് ചിലത് ഡയറക്റ്റാണ്, ചിലത് ഇൻഡയറക്റ്റാണ്. സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഏജിലാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നതെങ്കിലും അതിൻ്റേതായ ചലഞ്ചസും ആ ഏജിനുണ്ട്. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ ഇവരെന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു പരാതി നമ്മൾ പലപ്പോഴും കേൾക്കേണ്ടി വരുന്നു. അപ്പം മെൻ്റലി ഒരു പക്ഷേ
ചിലപ്പോൾ ഒക്കെ ഒരു 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 തെറാപ്പിയുടെ വക്കിലേക്കെങ്കിലും എത്തിപ്പോകുന്ന പല റിസർച്ചേഴ്സിനെയും എനിക്കറിയാം. കാരണം ആ ഒരു സ്പേസിലാണ് ഒരു സോഷ്യലിയും പൊളിറ്റിക്കലിയും എക്കണോമിക്കലും നമുക്ക് ഒരു അറ്റാക്കും കൂടി നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത്, ഒരു 1.5 ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ റിസർച്ച് ചെയ്യുന്ന ആളുകൾക്ക് അതേ രീതിയിലുള്ള ഒരു റെസ്പെക്റ്റബിലിറ്റി കൊടുത്തുകൊണ്ട് അവരുടെ തോട്ടിനും ഐഡിയയ്ക്കും അതേ രീതിയിലുള്ളൊരു സോഷ്യൽ അക്സെപ്റ്റൻസ്, ഒരു ലിറ്ററേച്ചർ ലെവലിലുള്ള അക്സെപ്റ്റൻസ്, പൊളിറ്റിക്കലായിട്ടുള്ളൊരു അക്സെപ്റ്റൻസ്, ഇനി സോഷ്യൽ മീഡിയയിലുള്ള വിസിബിലിറ്റി, ഇതെല്ലാം കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക്, ഞാൻ റിസർച്ചറാണെങ്കിൽ എനിക്കത് വളരെ മോട്ടിവേറ്റിംഗ് തോന്നും എന്ന് ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി ഒരു ഇൻ്റർനാഷണൽ അക്കാഡമിക് കോൺഫറൻസ് നടത്തിയത്. എനിക്ക് തോന്നുന്നു നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഓരോന്നും, പലരും ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വന്നവരാവാം, നഗരസഭകളിൽ നിന്ന് വന്നവാം, ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ, കോൺഫറൻസുകൾ, നമ്മുടെയൊക്കെ റിസർച്ചുകൾ ബാക്കിയുള്ള ആളുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന വേദികൾ, ഈ രീതിയിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം കൂടി നമ്മുടെ ഒരു മുൻപിൽ ഉണ്ടാവുകയാണ്. നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു റിസർച്ച് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമരം നടക്കേണ്ടത് നമ്മുടെ ഓരോ ചുറ്റുപാടുകളിലാണ്. കാരണം റിസർച്ചിനെതിരെ വലിയ ഒരു ഓൺസ്ലോട്ട് നടക്കുന്ന ഒരു സമയത്ത് ഒരു റിസർച്ചിന് അനുകൂലമായിട്ടുള്ള ഇടങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഒരു സ്ഥാപനത്തിൻ്റെ എഡിറ്ററായിരുന്നതിന് ശേഷം തന്നെയാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ റിസർച്ചേഴ്സിന് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്ന പലർക്കും ബോണഫൈഡ് ലെറ്റേഴ്സ് ഒരു മാസത്തിൽ 2-3 എങ്കിലും ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം അവർക്ക് പല സ്ഥലങ്ങളിലേക്കും കയറി പോകുമ്പോൾ അവരെ ഹരാസ് ചെയ്യുകയാണ്. പോലീസിൻ്റെ അടുത്ത് ഹരാസ്മെൻറ്റ് ഉണ്ടാവുന്നു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻ്റലിജൻസ് ഏജൻസികളുടെ അടുത്ത് ഹരാസ്മെൻറ്റ് ഉണ്ടാവുന്നു. അപ്പം ഇൻ്റർനാഷണൽ തലത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ റിസർച്ചേഴ്സിനെ സംഘടിപ്പിച്ച്, റിസർച്ചേഴ്സ് ഒരു കൂട്ടായ്മയായി വളർന്നു വന്ന്, ഇതിപ്പോൾ ഒരു കേരള യൂണിവേഴ്സിറ്റിയിൽ ഉള്ള ഒരു റിസർച്ച് യൂണിയൻ ആണെങ്കിൽ അത് ആഗോളതലത്തിൽ ഫ്രീ തിങ്കിങ്ങിനും ക്വസ്റ്റ്യനിങ് സ്പിരിറ്റിനും ക്യൂരിയോസിറ്റിക്കും ഒക്കെ, ഈ പറഞ്ഞതെല്ലാം വാല്യൂസാണ്, ഒന്നും ഒരു ഐഡിയോളജിയിൽ ബന്ധിക്കപ്പെട്ടിട്ടുള്ളതല്ല. കാരണം ഇത് പോസ്റ്റ് ഐഡിയോളജിക്കലായിട്ടുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐഡിയോളജികൾക്ക് അപ്പുറത്തുള്ള അറ്റാക്ക് ആണ് നടക്കുന്നത്. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല, ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ഒരേ സമയം റിസർച്ച് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഓരോ കൾച്ചറിനും അതിൻ്റേതായ പല നല്ല വശങ്ങളുമുണ്ട്, മോശം വശങ്ങളുമുണ്ട്. അമേരിക്കയിലുള്ള പ്രത്യേകിച്ച് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുള്ള ഒരു ഡിക്റ്റം പബ്ലിഷ് ഓർ പെരിഷ് എന്നാണ്. ഒന്നിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ പെരിഷ്, നശിച്ചു പോവുക. അതാണ് ഒരു PhD റിസർച്ചറിനെ സംബന്ധിച്ച് എപ്പോഴും പേടിപ്പെടുത്തുന്ന രീതിയിൽ പ്രൊഫസർമാർ പറയാറ്. എനിക്ക് തോന്നുന്നു അതിൽ കുറച്ച് നല്ല വശങ്ങളുള്ളതായിട്ട് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു റിസർച്ച് പേപ്പർ എഴുതുക, അല്ലെങ്കിൽ ആ റിസർച്ച് പേപ്പർ പീറായിട്ടുള്ള ആളുകൾക്ക് റിവ്യൂവിന് അയക്കുക, ഇനി ഫെലോ റിസർച്ചേഴ്സിൻ്റെ അടുത്ത് അതിൻ്റെ ഫീഡ്ബാക്ക് വാങ്ങിക്കുക, പബ്ലിഷ് ചെയ്യുക, അതൊരു ഹാബിറ്റാക്കി മാറ്റുക. അങ്ങനെ ഒരു തോട്ട് ലീഡർഷിപ്പ്, ഒരു പബ്ലിക് ഇൻ്റലക്ച്വൽ സ്പേസിൽ നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ പലപ്പോഴും ഇന്ത്യയിലുള്ള നമ്മുടെ ഒരു പെർഫോമൻസ്, പ്രത്യേകിച്ച് റിസർച്ച് മേഖലയിൽ വെസ്റ്റൊക്കെയായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. നമ്മളൊരു ക്വാണ്ടിറ്റിയിൽ എടുത്താലും ക്വാളിറ്റിയിൽ എടുത്താലും ചില മേഖലകൾ, പ്രത്യേകിച്ച് ഞാനിത് പറയുന്നത് സോഷ്യൽ സയൻസിൻ്റെ മേഖലകളിലാണ്, സയൻസിൻ്റെ മേഖലകളിലും പേപ്പറുകളുടെ നമ്പർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നുണ്ടാകുന്നത് വളരെ കുറവാണ്. 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ JNU ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു യൂണിവേഴ്സിറ്റിയാണ്. JNUവിലെ SSS സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 200ഓളം ഫാക്കൽറ്റികളുണ്ട്. നമ്മൾ PhD സ്റ്റുഡൻസിൻ്റെ ഞാൻ മാറ്റി നിർത്തുകയാണ്. ഫാക്കൽറ്റികളുടെ പബ്ലിക്കേഷൻ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ, യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരായ, അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരായി വന്ന് ഗവൺമെൻറ് ശമ്പളം വാങ്ങിക്കുന്ന ഫാക്കൽറ്റികളുടെ പബ്ലിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 200ഓളം പ്രൊഫസർമാരാണ് SSSലുള്ളത്. അവരൊരു വർഷം ഇറക്കുന്നത് ആവറേജ് പുസ്തകം എന്ന് പറയുന്നത് 10ഓളമാണ്. ഇനി അത് ഫാക്കൽറ്റി ഓഫ് ആർട്സ് അല്ലെങ്കിൽ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയുടെ അതിന് തത്തുല്യമായിട്ടുള്ള ഒരു സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് നോക്കിയാൽ അവിടെയും 200ഓളം ഫാക്കൽറ്റിയാണുള്ളത്. അവിടെ ഇറക്കുന്നത് 110ൽ പരം പുസ്തകങ്ങളാണ്. ഇതിൻ്റെ 10 ടൈംസാണ്.
നേരാണ്, അതിൻ്റേതായ എക്കോസിസ്റ്റത്തിനുള്ള വ്യത്യാസം ഉണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ അതേപോലെ തന്നെ അതേ JNUവിൽ നിന്ന് തന്നെയാണ് നമുക്കറിയാവുന്ന റൊമീള താപ്പറിനെ പോലെയുള്ള, പ്രഭാത് പട്നായിക്കിനെ പോലെയുള്ള പ്രൊഫസർമാരുണ്ടായിട്ടുള്ളത്. പലപ്പോഴും അവരുടെയൊക്കെ JNUവിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അവരെ കാണാനൊക്കെ ഡൽഹിയിൽ JNU ക്യാമ്പസിൽ പോകുമ്പോൾ രാത്രി 12 മണിയായിട്ടും വെട്ടം നിലയ്ക്കാത്ത പ്രൊഫസർമാരുടെ റൂമുകളാണ് അങ്ങനെയുള്ള പ്രൊഫസർമാരുടെ കണ്ടിട്ടുള്ളത്. പക്ഷേ അത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ 1-2 പ്രൊഫസർമാരാണ് നമുക്കങ്ങനെ കാണാൻ കിട്ടുക. സ്വാഭാവികമായും വരും കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ നമുക്കറിയാവുന്ന പണി അത് വൃത്തിയായും നന്നായും ചെയ്യുന്ന റിസർച്ചേഴ്സിൻ്റെ ഒരു വലിയ സൈന്യം തന്നെ വേണ്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ, ഇനി ക്വാളിറ്റിയുടെ കാര്യത്തിൽ തന്നെ നോക്കിയാലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന പൊളിറ്റിക്കൽ സയൻസിൽ പുസ്തകം എഴുതുന്ന ആൾ എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരനല്ല, ഇന്ത്യയെക്കുറിച്ചുള്ള പുസ്തകം തന്നെ ക്രിസ്റ്റഫർ ജാഫ്ലറ്റ് എന്ന് വിളിക്കുന്ന ഫ്രഞ്ച് അക്കാഡമിക്കാണ്. ഞാൻ അദ്ദേഹത്തോട് ഒരു തവണ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ പ്രൊഡക്ടിവിറ്റി, എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും വരാൻ പറ്റുന്നത്? അദ്ദേഹത്തിൻ്റെ വിനയത്തിൻ്റെ ഭാഷയിൽ അതിനൊരു ഉത്തരം തന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സും ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും പറഞ്ഞിട്ടുള്ളത് 40 വർഷമെങ്കിലുമായി കാണും, 30 വർഷമെങ്കിലായി കാണും അദ്ദേഹം PhD കഴിഞ്ഞിട്ട്. പക്ഷേ ഇപ്പോഴും ഡാറ്റ കളക്ഷനും ഫാക്ട് ഫൈൻഡിങ്ങും ഒന്നും അദ്ദേഹം അവസാനിപ്പിച്ചിട്ടില്ല. അദ്ദേഹം ഒരു 12 മാസത്തിൽ 2-3 മാസം ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ പോയി ഫീൽഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. സാധാരണ പല PhD കഴിഞ്ഞിട്ടുള്ള പ്രൊഫസർമാരുടെയും PhD കഴിഞ്ഞിട്ടുള്ളവരുടെയും ലാസ്റ്റ് ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത് PhD കാലത്തെ ഫീൽഡ് വർക്കാണ്. അതിനുശേഷം യാതൊരു അപ്ഡേഷനും നടന്നിട്ടില്ല. ഇത് വലിയൊരു ക്രൈസിസാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ. നേരത്തെ സൂചിപ്പിച്ചത് ക്വാണ്ടിറ്റി ആയിരുന്നു, ഇതിപ്പം ക്വാളിറ്റി. ഈ 2 മേഖലയിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ്റെ ആവശ്യമുണ്ട്. ആ സെൽഫ് റിഫ്ലക്ഷൻ നമ്മൾ നടത്തുകയാണെങ്കിൽ നേരത്തെ മന്ത്രി രാജീവ് സൂചിപ്പിച്ചതുപോലെ പല മേഖലകളിൽ ഒരു മാർക്കറ്റ് വളരുന്നുണ്ട്. പക്ഷേ ആ മാർക്കറ്റിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഫീഡിങ് തലത്തിലുള്ള ഇൻ്റലക്ച്വൽ കോമ്പിറ്റൻസ് ഉണ്ടാവുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും വളരെ ഒരു ബ്രൈറ്റായിട്ടുള്ള ഒരു റിസർച്ച് കരിയറും ലൈഫും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.